വയനാടിന്റെ നെല്ലറയായ ചേകാടി വനഗ്രാമത്തിൽ ഒരു കിടിലൻ കാപ്പിക്കടയുണ്ട്. ഏക്കറുകളോളം വിളഞ്ഞു കിടക്കുന്ന നെൽപ്പാടങ്ങളുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കാപ്പി കുടിക്കാൻ ചേകാടിയിൽ എത്തുന്നവർക്കായി തനത് വിഭവങ്ങളും തയ്യാറാണ്. വയനാടിന്റെ തനത് നെല്ലിനമായ ഗന്ധകശാല അരിയുടെ ചോറും മധുരക്കിഴങ്ങ് പുഴുങ്ങിയതും വാഴയിലയിൽ പൊള്ളിച്ച പുഴമീനും ഒക്കെ കഴിക്കാനായി നിരവധി ആളുകളാണ് വരുന്നത്. വയനാട്ടിലെ വനഗ്രാമമാണ് ചേകാടി. ചേകാടിയിൽ ഒരു കാപ്പിക്കടയുണ്ട്. ഒരു ജൈവ കർഷകൻ ആരംഭിച്ച കാപ്പിക്കടയിലെ വിശേഷങ്ങളാണ് ഇന്ന് കാറ്റും കട്ടനിൽ പ്രേക്ഷകർക്കായി നമ്മൾ ഒരുക്കുന്ന വിഭവം. ഇതെന്താ അടുപ്പത്ത് മീനാണല്ലേ? ഈ കബനിയിലെ മീനാണ്. കബനിയിലുള്ള ഫിലോപ്പിയ എന്ന് പറയുന്ന താഴെ വൈരക്കുപ്പ എന്നുള്ള സ്ഥലത്ത് പിടിച്ചു തരുന്ന മീൻ രാവിലെ കിട്ടുന്നത് നമ്മൾ ഇതാക്കാണ്. അതും അതേ രീതിയിൽ തന്നെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക. ഒന്ന് വാഴയിലയിൽ പൊതിഞ്ഞതാണ്, ഒന്ന് അപ്പാട ഇലവാണ്. ഇങ്ങനെ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അതേപോലെ മധുരക്കിഴങ്ങ് കിട്ടുകയാണെങ്കിൽ മധുരക്കിഴങ്ങ് പുഴുങ്ങി കൊടുക്കും. ഇന്നലെ കാച്ചിലും ചിക്കൻ കറിയായിരുന്നു. ഇനി വരും ദിവസങ്ങളിൽ കാച്ചിൽ, ചേന, ചേമ്പ് ഇതൊക്കെ തന്നെ ഉണ്ടാവും ഇവിടെ. അതായത് വയനാടിൻ്റെ എല്ലാ ഫുഡ് ഐറ്റങ്ങളും നമ്മളിവിടെ വിളമ്പെന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. കണ്ടോളൂ, ഈ ഇത് പിന്നെ പൊടിച്ച് വറുത്തതാണ്. സാധാരണ നമ്മൾ ടൗണിൽ കിട്ടുന്നതാണെങ്കിലും വേറെ കടകളിൽ കിട്ടുന്നതാണെങ്കിലും സാധാ ചെറുപയർ അപ്പാടെ കുഴങ്ങി വെള്ളത്തിലിട്ട് പൊഴുങ്ങി അതേപോലെ ആ ഉണ്ടയോടുകൂടി കുറച്ച് പഞ്ചസാരയും കുറച്ച് അവിലും കുറച്ച് തേങ്ങയും ഇട്ട് അവർ വീട്ടിൽ തന്നെയാണ്. ഇവിടെ അങ്ങനെയല്ല. ഇത് ഞങ്ങൾ ഫസ്റ്റിൽ വറുത്ത് റോസ്റ്റ് ആക്കും. നല്ല റോസ്റ്റ് ആക്കി ബ്രൗൺ കളറാക്കി അത് വീണ്ടും പുഴുങ്ങി പൊടിച്ചിട്ട് ഹസ്ക് മാറ്റും. വീണ്ടും ഞങ്ങൾ പൊടിച്ച് ക്ലിയർ ആയാലും വീണ്ടും പൊടിക്കും. അതിൽ ഏലക്ക, സ്പൈസി ചേർത്ത്, തേങ്ങ ചേർത്ത് ഇത് ഈ മാവ് എന്ന് പറയുന്ന അരിമാവും അതേപോലെ തന്നെ മൈദ ഈക്വൽ റേഷ്യൽ ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഈ വലിപ്പം. ടൗണിൽ കിട്ടുന്നതിനേക്കാളും വലിപ്പമുണ്ട്. പക്ഷെ പൊടിക്കുന്നതുകൊണ്ടാണ്, ഉരുളയാക്കുന്നതുകൊണ്ടാണ് ഈ സംഭവം ഉള്ളത്. അജയേട്ടന് കാപ്പി എത്തിയിട്ടുണ്ട്. കാപ്പി ഗംഭീരം. സുഖീനുണ്ട്. എങ്ങനെയുണ്ട് കാപ്പി? ഇതുവരെ കഴിക്കാത്തൊരു വ്യത്യസ്തമായ ടേസ്റ്റ്. ഇഷ്ടപ്പെട്ടു. അടിപൊളിയാണ്. അജയേട്ടാ, ഈ പുസ്തകങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? പുസ്തകത്തിൽ എങ്ങനെ റിവ്യൂ ആണ് നമ്മൾ നോക്കുന്നത്. വിസിറ്റേഴ്സ് റിവ്യൂ വെക്കുന്നുണ്ട്. ഇത് 7ാമത്തെ ബുക്കാണ്. നമുക്ക് ഇതിൽ നല്ലത് നല്ല കിട്ടേണ്ടത്. നമ്മുടെ പോരായ്മകൾ എന്താണ് കിട്ടുന്നതെങ്കിൽ അത് നമുക്ക് മാറ്റിയിട്ട് നല്ല ആശയങ്ങൾ കൊണ്ടുവരാൻ പറ്റും. എന്തെങ്കിലും പോരായ്മ ഉള്ളതിനാണ് എഴുതാൻ പറയുന്നത്. പക്ഷെ മിക്കവാറും ഒരാളും തന്നെ എഴുതിയിട്ടില്ല എന്നാണ് എനിക്ക് സംഘം. 7 ബുക്ക് കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ ആദ്യമായിട്ടാണ് ചേകാടിയിൽ വരുന്നത്. ഞങ്ങളിപ്പോൾ ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു കാര്യത്തിൽ. എങ്ങനെയുണ്ട്? അടിപൊളി. നമ്മൾ ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ നിന്നല്ല വന്നിട്ട് ഇങ്ങനത്തെ ഒരു സ്ഥലം ഇവിടെ വയനാട് ഡിസ്ട്രിക്റ്റിൽ ഉണ്ടെന്നുള്ളത് പാതിയുടെ കണ്ടത്. അത്രയും ഇഷ്ടപ്പെട്ടെന്നല്ല. ഇനിയിപ്പം ഫാമിലി ആയിട്ട് കേട്ടുള്ള വരാനുള്ള പരിപാടികളാണ്. ഫസ്റ്റ് ഒന്ന് വാഴിച്ച് കാപ്പിയെല്ലാം അടിപൊളിയാണ് സംഗതി. ആ സുഖീനൊക്കെ വെച്ചാൽ പിന്നെ നമ്മൾ കഴിച്ചു പോകും സംഗതി. അത്രയും ടേസ്റ്റാണ്. കാപ്പിക്കട തേടിയെത്തുന്ന സഞ്ചാരികൾ പ്രകൃതിയുടെ മനോഹാരിതയ്ക്കൊപ്പം അജയേട്ടന്റെ രുചിയുടെ കൈപുണ്യവും അറിഞ്ഞാണ് ചേകാടിയിൽ നിന്നും മടങ്ങാറ്. വീഡിയോ ജേർണലിസ്റ്റ് അതുൽ ആംബ്രയ്ക്കും ആൽബിനുമൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്.